കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഇത്രയധികം വനിതാ എംഎൽഎമാരും യുവ എംഎൽഎമാരും പട്ടികജാതി എംഎൽഎമാരും ഉണ്ടായിട്ടില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. കോങ്ങാട് എന്ന കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ അതിശയിപ്പിക്കുന്ന വിജയമാണ് തുളസി നേടിയത്. അതോടൊപ്പം ആദ്യ ക്യാബിനറ്റിൽ തന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ മുഖ്യമന്ത്രി സതീശനും ടീമിനും അഭിനന്ദനങ്ങൾ നേരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇത്രയേറെ വനിതാ എംഎൽഎമാർ, ചെറുപ്പക്കാരായ എംഎൽഎമാർ, പട്ടികജാതി എംഎൽഎമാർ ഉണ്ടായൊരു കാലമില്ല. പണ്ട് പട്ടികജാതി സീറ്റ് മിക്കവാറും CPM ആണ്. വനിതകൾ പേരിന് വേണ്ടി മാത്രം, ചെറുപ്പക്കാർ ഇഷ്ടംപോലെ. അതിലൊരു അതിശയകരമായ വിജയമാണ് തുളസിയുടെ. കൊങ്ങാടെന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് കോട്ട. ഞാനിവിടെ ആ കൊങ്ങാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ KSU കാലം മുതൽ സഞ്ചരിക്കുന്നതാണ്. അന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്, പിന്നെ മാർക്സിസ്റ്റ് കോട്ട. എത്ര വർഷത്തിന് ജയിച്ചത്? 25 വർഷത്തിന് ശേഷം വിജയിച്ച് ഞാൻ തുളസിയെ അഭിനന്ദിക്കുന്നു. ഞാൻ സുരളിയോട് പറഞ്ഞു, അധികം ആൾക്കാരുടെ ഉദാന്തന്മാരെ കാണണ്ട, ശ്രീകണ്ഠൻ്റെ ജനതി എനിക്ക് മനസ്സിലാക്കിയാൽ മതി. ശ്രീകണ്ഠൻ എങ്ങനെ പാലക്കാട് ജില്ലയിൽ, പാലക്കാട് കോൺസ്റ്റിറ്റ്യുൻസിയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ, അതുപോലെ അട്ടപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ അവരുടെ വിശ്വാസം, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള കരുതൽ, അതെല്ലാം ശ്രീകണ്ഠൻ കാണിച്ച മാതൃക തുളസിയും കാണിച്ച മാത്രം മതി. അങ്ങനെ വന്നാൽ കോങ്ങാട് തുളസിയുടെ മണ്ഡലമായി തുടങ്ങും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെല്ലാം ആയിരക്കണക്കിന് കോടി ഒഴുക്കിയതാണ് അട്ടപ്പാടി. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ജപ്പാൻ സഹായത്തോടുകൂടി ആകാശത്ത് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നു. ആഘോഷ ഭൂമി മുഴുവൻ അവിടെയെല്ലാം കാട് വെച്ച് പിടിപ്പിച്ചു, വീടുണ്ടായി. പക്ഷേ പിന്നെയും അട്ടപ്പാടി പഴയ നിലയിലാണ്. ഒരു പ്രത്യേക കണ്ണ് അവിടെ കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉപദേശിക്കുന്ന കാര്യമല്ല. തുളസി വളരെ സാധാരണ നിലയിൽ KSUവിൽ നിന്ന് കൂടി പൊരുതി ജീവിതം മുഴുവൻ പോരാട്ടത്തിൽ കൂടി വന്ന നേതാവാണ്. അതുകൊണ്ട് അധികം ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എല്ലാ ആശംസകളും. സാർ, ഈ പോർട്ട്ഫോളിയോ ഇതുവരെ തീരുമാനിച്ച് വന്നില്ല. അതൊക്കെ മുഖ്യമന്ത്രി ചോദിക്കുകയും സാറിനൊരു അനുഭവം വെച്ച് ചോദിക്കും, എത്രയും ലേറ്റ് ആവേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഇതിനേക്കാൾ ലേറ്റായ കാരണങ്ങളുണ്ട്. മന്ത്രിസഭാ രൂപീകരണം പോലും ആഴ്ചകൾ നീണ്ടുന്ന കാലമുണ്ട്. ഇതൊക്കെ എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീരുമാനങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ കുറേ പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടപ്പാക്കി. ഇനി തവളപത്രം വരട്ടെ. ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, പഴയ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നത് കേരളത്തിൽ ഖരജനാവ് പാപ്പരല്ല, 6000 കോടി മിച്ചമുണ്ടെന്ന്. ഗവൺമെൻറ് പഠിക്കട്ടെ. പാപ്പരെന്നല്ല, പാപ്പർ ഷൂട്ട് കൊടുത്ത് പൂർണ്ണമായി തകർന്നടിച്ച ഒരു സാമ്പത്തിക നിലയാണ്. ഞാൻ 2001 വന്നപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മുഖ്യമന്ത്രിയായി എനിക്ക് ഡൽഹിക്ക് പോയ ഇന്ത്യൻ എയർലൈൻസ് കേരള ഗവൺമെൻറ് ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 10 ഇരട്ടി തകർന്ന നിലപാട്. എന്നിട്ടും ഇന്നലത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ഞങ്ങൾ കുറച്ച് വാഗ്ദാനങ്ങൾ ചില നടപ്പാക്കാൻ തയ്യാറായ സതീശിനെയും ടീമിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒന്നും വേണ്ട.